നമസ്കാരം. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് കനത്ത പ്രഹരം. റഷ്യൻ നാവികസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ യുക്രൈൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ആരാണ് ഈ ജനറൽ? എന്താണ് സംഭവിച്ചത്? നമുക്ക് പരിശോധിക്കാം. റഷ്യൻ നാവികസേനയുടെ ഉപമേധാവിയായ മേജർ ജനറൽ മിഖായേൽ ഗുഡ്കോവാണ് യുക്രൈൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 10 സൈനിക ഉദ്യോഗസ്ഥർക്കും ഈ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായതായാണ് പുറത്തേക്ക് വരുന്ന സൂചനകൾ. യുക്രൈൻ അതിർത്തിയോട് ചേർന്നുള്ള റഷ്യയിലെ കുർസ്ക് പ്രവിശ്യയിലെ കൊരേനോവോയിലുള്ള റഷ്യൻ കമാൻഡ് പോസ്റ്റിൽ വെച്ചാണ് ഈ ആക്രമണം നടന്നത്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യയ്ക്ക് നഷ്ടമാകുന്ന ഏറ്റവും ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഗുഡ്കോവ്. കഴിഞ്ഞ മാർച്ചിലാണ് മിഖായേൽ ഗുഡ്കോവിനെ റഷ്യൻ നാവികസേനയുടെ ഉപമേധാവിയായി നിയമിച്ചത്. അദ്ദേഹത്തിന്റെ മരണം റഷ്യൻ സൈന്യത്തിന് വലിയ തിരിച്ചടിയാണെന്നാണ് സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ സംഭവം യുദ്ധഭൂമിയിൽ റഷ്യയുടെ തന്ത്രപരമായ നീക്കങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. യുക്രൈൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ആക്രമണം റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങളിലെ പാളിച്ചകളും എടുത്തു കാണിക്കുന്നുണ്ട്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ യുദ്ധത്തിൽ നിർണായക സ്വാധീനം ചെലുത്താറുണ്ട്. അതിനിടെ യുക്രൈനിലെ യുദ്ധത്തടവുകാർക്കൊപ്പം റഷ്യയിലെ രാഷ്ട്രീയ തടവുകാരെയും യുക്രൈൻകാരായ ബന്ദികളെയും കൂടി കൈമാറണമെന്ന ആവശ്യവുമായി ജയിലിലുള്ള ആക്ടിവിസ്റ്റുകൾ ലോക നേതാക്കൾക്ക് തുറന്ന കത്തെഴുതിയിട്ടുണ്ട്. ഇത് സംഘർഷത്തിന് മാനുഷികമായ ഒരു മാനം നൽകുന്നു. യുക്രൈൻ റഷ്യ യുദ്ധം അതിന്റെ 3-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. റഷ്യയുടെ ഭാഗത്തു നിന്ന് തുടരുന്ന കനത്ത ആക്രമണങ്ങൾക്കിടയിലും യുക്രൈൻ ശക്തമായ പ്രതിരോധം തീർക്കുകയും റഷ്യയ്ക്ക് കാര്യമായ നഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പുതിയ ആക്രമണം യുദ്ധത്തിന്റെ ഗതിയെ എങ്ങനെ ബാധിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.